എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ജാതി, വരുമാനം, നേറ്റിവിറ്റി, നോൺ ക്രീമി ലെയർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ അപേക്ഷിക്കേണ്ടുന്നത് ഇ-ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയാണ്. എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അറിയാവുന്നവർക്ക് ആ വീഡിയോ കണ്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇ-ഡിസ്ട്രിക്ട് പോർട്ടലുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഇ-ഡിസ്ട്രിക്ട് എന്ന ഒരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ആയിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ്, ജാതി സർട്ടിഫിക്കറ്റ്. ഇതിനാവശ്യമായ രേഖകൾ SSLC സർട്ടിഫിക്കറ്റാണ് ഒന്നാമത്തേത്. അപേക്ഷകൻ്റെ ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വേണ്ടുന്നത് പിതാവിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റാണ്, ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഫാദറിൻ്റെയും മദറിൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭ്യമാണെങ്കിൽ രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അടുത്തത് റേഷൻ കാർഡാണ് വേണ്ടുന്നത്. ഫാമിലിയിലെ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജും അംഗങ്ങളുടെ പേര് വിവരങ്ങളുള്ള പേജും ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് അപേക്ഷകൻ്റെ ആധാർ കാർഡാണ്. ഇത്രയും രേഖകളാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ളത്. SC/ST വിഭാഗത്തിലുള്ളവർക്ക് ജാതി സർട്ടിഫിക്കറ്റിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. തഹസീൽദാരാണ് ഇത് അപ്രൂവ് ചെയ്യുന്നതും. അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ്. വരുമാന സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അപേക്ഷകൻ്റെ റേഷൻ കാർഡ്, ഫാമിലി റേഷൻ കാർഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ അപേക്ഷകൻ്റെ ആധാർ കാർഡ് വേണം. പിന്നീട് വേണ്ടുന്നത് ഫാമിലിയിലെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ഭൂനികുതി അടച്ച രസീത് വേണം. ഗവൺമെൻറ് എംപ്ലോയീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സാലറി സ്ലിപ്പും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മറ്റൊന്ന് വരുമാനം സംബന്ധിച്ച സത്യപ്രസ്താവന, അഫിഡവിറ്റാണ്. ഇത് എല്ലാ അപേക്ഷകർക്കും വേണ്ടി വരത്തില്ല, നിർബന്ധമായിട്ടുള്ള ഒന്നല്ല. എന്നിരുന്നാലും വരുമാനം സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് സത്യപ്രസ്താവന, അഫിഡവിറ്റ് കൊടുക്കേണ്ടുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഫാമിലിയിലുള്ളവർക്കും ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ഉള്ള സാഹചര്യങ്ങളിലാണ് ഇത് വേണ്ടി വരിക. ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. അടുത്തത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ആവശ്യമായ രേഖകളാണ്. ഇതിന് വേണ്ടുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ്റെ. രണ്ടാമത് വേണ്ടത് അപേക്ഷകൻ്റെ ഫാമിലി റേഷൻ കാർഡാണ് വേണ്ടുന്നത്. മൂന്നാമത്തേത് ആധാർ കാർഡുമാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ്. പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്ക് തൊഴിൽ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് ആനുകൂല്യം അല്ലെങ്കിൽ സംവരണം ലഭിക്കുന്നതിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. ഇതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ SSLC സർട്ടിഫിക്കറ്റാണ് ആദ്യമായി വേണ്ടുന്നത്. അടുത്തത് ആധാർ കാർഡ്, അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് അല്ലെങ്കിൽ ഭൂനികുതി അടച്ച രസീത്, അപേക്ഷകൻ്റെ റേഷൻ കാർഡ്, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ജാതി, വരുമാനം, നേറ്റിവിറ്റി, നോൺ ക്രീമി ലെയർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.